ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫോറക്സ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈ ക്ലാസ്സിൽ വരുന്ന ടേംസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അഞ്ജലി. ഞാനിവിടെ സ്മാർട്ട് എഫക്ട്സിൽ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ സ്മാർട്ട് എഫക്ട്സിൻ്റെ സോഷ്യൽ മീഡിയ പേജസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുകയാണെന്ന് അതിൽ വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ആ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, പിന്നെ അതിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് ഫോറക്സ് അതിൽ നെയിമിൽ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഫോറക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ അതിൽ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? കറൻസികളാണ്. ഫോറക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. അങ്ങനെ വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കൺട്രീസിലെ കറൻസീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഫിയറ്റ് കറൻസീസ് തമ്മിലുള്ള പ്രധാന ട്രേഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ ഫോറക്സിലെ നമ്മൾ കറൻസീസ് ആണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് എപ്പോഴും പെയറായിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് കറൻസീസ് നമ്മൾ എക്സ്ചേഞ്ച് നടത്തുമ്പോൾ ഒരു കറൻസി നമ്മൾ വാങ്ങുന്നു, അതേസമയം ഒരു കറൻസി നമ്മൾ എന്ത് ചെയ്യുന്നു? സെല് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി പ്രധാന ട്രേഡിംഗ് മെത്തേഡ്സ്, ഫോറക്സിലെ ട്രേഡിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് സ്പോട്ട് മാർക്കറ്റും ഫ്യൂച്ചർ മാർക്കറ്റും ആണ്. സ്പോട്ട് മാർക്കറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പ്രൈസ് അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പോട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത വിലയ്ക്ക് ഭാവിയിൽ ഒരു തീയതിയിൽ വാങ്ങാനോ വിൽക്കാനോ ഉള്ളൊരു കരാറ് പോലെയാണ്. ഇനി ഫോറക്സിൽ നമ്മൾ ഷോർട്ട് ടേം ആയിട്ടും ട്രേഡ് ചെയ്യും, ലോങ് ടേം ആയിട്ടും ട്രേഡ് ചെയ്യും. അതൊക്കെ ഒരു ട്രേഡ് ചെയ്യുന്ന ആൾ എന്താണോ തീരുമാനിക്കുന്നത്, വേഗം ഷോർട്ട് ടേം ആയിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് ട്രേഡ് ചെയ്യാം, ലോങ് ടേം ആയിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ ലോങ് ടേം ആയിട്ടും ട്രേഡ് ചെയ്യാം. ഇനി അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക് കറൻസി പെയേഴ്സ്. ഫോറക്സിൽ നമ്മൾ കറൻസീസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കറൻസി പെയേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറൻസി മറ്റൊരു കറൻസിയോട് ട്രേഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറോ USD, അതുപോലെ GBP JPY. GBP എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടും JPY എന്ന് പറയുമ്പോൾ ജാപ്പനീസ് യെനും. അങ്ങനെ ഒരുപാട് കറൻസീസ് ഉണ്ട്. കറൻസി പെയേഴ്സ് തന്നെ പറയുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മേജർ കറൻസി പെയേഴ്സും ഉണ്ട്, മൈനർ കറൻസി പെയേഴ്സും ഉണ്ട്, എക്സോട്ടിക് കറൻസി പെയേഴ്സും ഉണ്ട്. അപ്പോൾ അതിൽ മേജർ കറൻസി പെയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ US ഡോളേഴ്സ് ആയിട്ട് പെയർ ചെയ്ത് വരുന്ന കറൻസി പെയേഴ്സിനെയാണ് നമ്മൾ മേജർ കറൻസി പെയേഴ്സ് എന്ന് പറയുന്നത്. മൈനർ കറൻസി പെയേഴ്സ് എന്ന് പറയുന്നത് US ഡോളർ അല്ല പെയർ ചെയ്ത് വരാത്തുള്ള പെയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈനർ കറൻസി പെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സോട്ടിക് എന്ന് പറയുമ്പോൾ ഡെവലപ്പിംഗ് ആയിട്ട് വരുന്ന കൺട്രീസിൻ്റെ കറൻസി പെയേഴ്സിനുള്ളതിനെയാണ് നമ്മൾ എക്സോട്ടിക് കറൻസി പെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതിൽ കറൻസി പെയേഴ്സ് എന്താണ്? രണ്ട് കറൻസികളായിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ അതാണ് ആ പെയറിംഗ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത ടേമാണ് കമ്മോഡിറ്റിയിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, പോലെ ഗോതമ്പ്, കോഫി അങ്ങനെയുള്ള ഐറ്റംസ് ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മോഡിറ്റികൾ എന്ന് പറയാം. അതിൽ തന്നെ ഹാർഡ് കമ്മോഡിറ്റി ഉണ്ട്, സോഫ്റ്റ് കമ്മോഡിറ്റി ഉണ്ട്. ഇനി എന്താണ് ഇൻഡൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെയും മേഖലയെയും പ്രതിനിധീകരിക്കുന്ന സ്റ്റോക്ക് ബാസ്ക്കറ്റാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ US 500 എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ 500 വലിയ കമ്പനികൾ കൂടിച്ചേർന്നിട്ടുള്ള അതിനെയാണ് നമ്മൾ US 500 എന്ന് പറയാം. അപ്പം അതാണ് ഇൻഡൈസസ്. ഇനി അടുത്ത ടേമാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പനിയുടെയും ഷെയറുകളെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റിലയൻസ്, ടെസ്ല, ആപ്പിൾ അങ്ങനെയുള്ള കമ്പനീസ് അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പനികളൊക്കെ
പണം കടം എടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു കടപ്പത്രം ഉണ്ടാവും, അതിനെയാണ് ബോണ്ട്. ഇനി അടുത്തൊരു ടേമാണ് ETF. ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസികളും ഇൻഡൈസസുകളും സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഒരു കൂട്ടം കമ്മോഡിറ്റികൾ അതൊക്കെ ഒരുമിച്ച് ട്രാക്ക് ചെയ്യുന്ന ഒരു ഫണ്ടിനെയാണ് നമ്മൾ ETF എന്ന് പറയുന്നത്. ഇനി നമുക്ക് കറൻസി പെയറായിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് യൂറോ USD. ആ രണ്ട് കറൻസി പെയേഴ്സ് എടുത്തു. ഇപ്പോൾ ഇതിലെ ഈ കറൻസി പെയറിലെ യൂറോ എന്ന് പറയുന്നതാണ് ബേസ് കറൻസി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബേസ് കറൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളിവിടെ സെല് ചെയ്യുകയും ബൈ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂറോ USD ബൈ ചെയ്യുകയാണ് ചെയ്യുക. ബൈ എപ്പോഴാണ് ചെയ്യുക? നമുക്ക് US എക്കോണമി വീക്കനാവാന്ന് വീക്കനാണെന്ന് നമുക്ക് തോന്നി, അല്ലെങ്കിൽ വീക്കനായി, US എക്കണോമി വീക്കനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്താണ്, US എക്കണോമി വീക്കനാവുകയാണെങ്കിൽ അതിനർത്ഥം അവിടുത്തെ US ഡോളർ എന്തായി, അതിനോടൊപ്പം വീക്കനായി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, യൂറോ USD ഓർഡർ അവിടെ പ്ലേസ്, നമ്മളത് ബൈ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ ബൈ ചെയ്യണത് എങ്ങനെയാ? അപ്പം നമുക്ക് മനസ്സിലായി എന്ത്, യൂറോ വാല്യൂ യുഎസ് ഡോളറിനെതിരെ അതെന്ത് ചെയ്യും, വാല്യൂ കൂടും. അപ്പം നമുക്കവിടെ പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ബൈ ആണ് നമ്മൾ ചെയ്യുക. ഒന്നുകൂടിയും പറയാം, യൂറോ USD പെയറിൽ നമ്മൾ എപ്പോഴാണത് ബൈ ചെയ്യുക, യൂറോ എപ്പോഴാണ് ബൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ US എക്കണോമി വീക്കൻ ആയിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് US ഡോളറും വീക്കനാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവിടെ ബൈയിങ് ആണ് ചെയ്യുക. ഇനി എപ്പോഴാണ് നമ്മൾ സെല്ല് ചെയ്യുക, US എക്കണോമി സ്ട്രോങ് ആയി, അപ്പോൾ അതിനൊപ്പം എന്താ US ഡോളറും സ്ട്രോങ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യൂറോ USD ഓർഡർ അവിടെ എന്ത് ചെയ്യാണ്, സെല്ലിംഗ് ആണ് നമ്മളവിടെ ചെയ്യുക. അപ്പോൾ അതിനർത്ഥം എന്താ, നമുക്ക് അപ്പോൾ നമ്മളവിടെ യൂറോ നമ്മളവിടെ സെല്ല് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചിട്ടാണ് അത് സെല്ല് ചെയ്യണേ, യൂറോയുടെ വാല്യൂ കുറയും, US ഡോളറിൻ്റെ വാല്യൂവിനെതിരെ യൂറോയുടെ വാല്യൂ കുറയുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതവിടെ സെല്ല് ചെയ്യാണ് ചെയ്യുക. ഇനി ഇതേപോലെ അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോകണമെങ്കിൽ US ഡോളറും JPY-യും. അത് ഇതുപോലെ തന്നെ ഇവിടുത്തെ ബേസ് കറൻസി അപ്പോൾ എന്താണ്, US ഡോളറാണ്. അപ്പോൾ JPY എന്ത് ചെയ്യും, വീക്കനാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ബൈ ചെയ്യും. JPY അവിടെ സ്ട്രോങ്ങിനാവുമ്പോൾ US ഡോളർ നമ്മളവിടെ സെല്ല് ചെയ്യും. ഇനി ഫോറക്സിൽ മേജറായിട്ട് 3 തരത്തിലാണ് നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുക. അതിൽ മൂന്ന് തരത്തിലാണ് അനലൈസ് ചെയ്യുക: ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, സെൻറ്റിമെൻ്റൽ അനാലിസിസ്. ഇനി എങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൈസ് ചാർട്ട്സും അതുപോലെ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്? ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ കറൻസിയുടെ സപ്ലൈയും ഡിമാൻഡും ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സൊക്കെ നോക്കി ചെയ്യുന്നതിന് ഇപ്പോൾ മേജറായിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുക നമ്മൾ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി സെൻറ്റിമെൻ്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ് എങ്ങനെ ഫീൽ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് വിലയിരുത്തുന്നു, അതിനനുസരിച്ച് അനലൈസ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം മേജറായിട്ട് 3 അനാലിസിസ് ആണ് ഫോറക്സിൽ ഉള്ളത്. അതാണ് ഇതൊക്കെ: ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും സെൻറ്റിമെൻ്റ് അനാലിസിസും. ഇനി കുറച്ചും ഡീപ്പായിട്ട് നോക്കാം. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ ഒരു ചാർട്ടിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അനലൈസ് ചെയ്യുന്നതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മേജറായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ടേംസ് ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുക. നമ്മൾ അത് ഡീപ്പായിട്ട് നമ്മൾ അടുത്തതിൽ നമ്മൾ നോക്കുന്നുണ്ട്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. രണ്ടാമത് പ്രൈസ് ചാർട്ട് നോക്കിയിട്ട് അതിൻ്റെ ചാർട്ട് നമ്മൾ ലൈൻ ചാർട്ടായിട്ടും ബാർ ചാർട്ടായിട്ടും കാൻഡിൽസ്റ്റിക് ചാർട്ടായിട്ടും ഒക്കെ നമ്മൾ കാണും. ഇനി ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ നോക്കും. പിന്നെ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൻ്റെ അപ്പ് ട്രെൻഡും ഡൗൺ ട്രെൻഡും സൈഡ് വേസ് അങ്ങനെ 3 തരത്തിലുള്ള ട്രെൻഡ്സ് ഉണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. പിന്നെ പാറ്റേൺസും ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഇതിൽ വരുന്ന ഘടകങ്ങളാണ്. ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക.
ഇനി അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിൽ വരുന്ന ഒരു ടേമാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ നമ്മൾ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ആശയമാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും. സപ്പോർട്ടും റെസിസ്റ്റൻസും. അപ്പോൾ സപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് വാല്യൂ താഴേക്ക് പോകാൻ നോക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നിരപ്പ്. ഇപ്പം നമുക്ക് ആ പിക്ചറിൽ അത് അറിയാം, സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, താഴത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ട് കൊടുത്ത് വീണ്ടും അത് എന്ത് ചെയ്യുകയാണ്, മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുക, അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഉയരാൻ ശ്രമിക്കുമ്പോഴും വില മുകളിൽ പോകാതിരിക്കാൻ തടയുന്ന ഒരു നിരപ്പാണ് റെസിസ്റ്റൻസ്. നമുക്കിവിടെ കാണാം, വാല്യൂ മുകളിലേക്ക് പോകുന്നു, അവിടെ എത്തിയിട്ട് അത് വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ അവിടെ എന്താണ്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അനാലിസിസ് ആണ് എന്ത്, ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ എങ്ങനെയാണ് നോക്കുക, എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം കറൻസിയുടെ സപ്ലൈയും ഡിമാൻഡും ചേഞ്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കും. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കുക. ഇപ്പോൾ സപ്ലൈയിലും ഡിമാൻഡിലൊക്കെ വരുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിന്റെ വാല്യൂ ഉയരാനും താഴാനും കാരണമാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഓരോ കറൻസിക്ക് പിന്നിലും ഒരു കൺട്രി അല്ലെങ്കിൽ റീജിയന്റെ എക്കണോമി ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു US ഡോളർ US വീക്കനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ എക്സ്ചേഞ്ചിനെ ബാധിക്കും ഇല്ലേ. അങ്ങനെ ഓരോ റീജിയന്റെ എക്കണോമി അനുസരിച്ചിട്ട് അതിന്റെ കറൻസിയുടെ വാല്യൂവിനെയും ബാധിക്കും. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ്, മാനുഫാക്ചറിങ്, ഇന്റർനാഷണൽ ട്രേഡ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെ. അപ്പം നമുക്കറിയാം, രാജ്യത്ത് തൊഴിൽ ഇല്ലാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ രാജ്യത്തിന്റെ ഗ്രോത്തിനെയും ബാധിക്കും. ഇപ്പോൾ മാനുഫാക്ചറിങ്ങിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ എക്കണോമിക്കലി അതിനെന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ന്യൂസ്, ഇപ്പോൾ നമ്മൾ ഫോറക്സ് ഫാക്ടറി അങ്ങനെയുള്ള സൈറ്റുകളിൽ ന്യൂസസ് വരും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അനാലിസിസ് നടത്തിയിട്ട് ട്രേഡ് ചെയ്യുന്നതിനാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയാം. ഇനി അടുത്ത ടേമാണ് ബൾക്ക് ട്രേഡിംഗ്. ബൾക്ക് ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ വോളിയത്തിലുള്ള ഓർഡറുകൾ ഒരേ സമയം വിപണിയിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് ബൾക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലോട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന ലോട്ട്സ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ലോട്ട് ഉണ്ട്, മിനി ലോട്ട് ഉണ്ട്, മൈക്രോ ലോട്ട് ഉണ്ട്, നാനോ ലോട്ട് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ലോട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് അതിൻ്റെ വോളിയം വരുമ്പോൾ ഒരു 1 ലോട്ട് അങ്ങനത്തെ ഒരു സൈസിലാണ് വരിക. അപ്പോൾ അത് എടുക്കുക എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ട്രേഡേഴ്സും അതുപോലെ തന്നെ അങ്ങനെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ളവർ എടുക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ലോട്ട്. ഇപ്പോൾ നമ്മളൊക്കെ എടുക്കുമ്പോൾ അധികം ബിഗിനേഴ്സൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ മൈക്രോ ലോട്ട് എടുക്കുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ലോട്ടിന് താഴെ വരുന്നതാണ് മിനി ലോട്ട്. ഇൻ്റർമീഡിയറ്റ് ട്രേഡേഴ്സും അങ്ങനെയുള്ളവർ എടുക്കുന്നതാണ് മിനി ലോട്ട്. പിന്നെ നമ്മൾ എടുക്കുന്നതാണ് മൈക്രോ ലോട്ട്. ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും നല്ലത് മൈക്രോ ലോട്ട് എടുക്കുന്നതാണ്. നാനോ ലോട്ടൊക്കെ വളരെ റയർ ആയിട്ട് എടുക്കുന്ന ഒരു ലോട്ടാണ് നാനോ ലോട്ട്. ഇനി അടുത്ത ടേമാണ് ലെവറേജ്. എന്താണ് ലെവറേജ്? ഫോറക്സ് ട്രേഡിങ്ങിൽ ബ്രോക്കറിൽ നിന്ന് കടമെടുത്ത പണം ഉപയോഗിച്ച് ചെറുതായ മൂലധനത്തിൽ വലുതായ പൊസിഷൻ കൺട്രോൾ ചെയ്യാനാകുന്നതാണ് ലെവറേജ്. അത് നമ്മളിപ്പോൾ 1:10, 1:50, 1:100, 1:500 അങ്ങനെയുള്ള റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതാണ് ലെവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 10 ഉള്ളൂ വെച്ചെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് എന്ത് ചെയ്യും, നമ്മൾ ബ്രോക്കറിൽ നിന്ന് എന്ത് ചെയ്യും, കടമായിട്ട് എടുക്കുന്നു. ഇതിനെയാണ് ലെവറേജ് എന്ന് പറയാം. അപ്പോൾ മാർജിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ടേം തന്നെയാണ് മാർജിൻ. ഇപ്പോൾ നമ്മൾ ലെവറേജ് ഉപയോഗിച്ച് ഒരു ട്രേഡ് തുറക്കാൻ വേണ്ടിയിട്ട് ബ്രോക്കറിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങി, ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങി ഇല്ലേ. അതിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ഫ്രീ മാർജിൻ എന്ന് പറയും. ഇനി പറയുക ലെവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമെടുത്ത നമ്മൾ ട്രേഡർ നമുക്ക് തന്നിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ് ലെവറേജ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന എമൗണ്ട്, ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്ന എമൗണ്ടിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, മാർജിൻ എന്ന് പറയുന്നു. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പിപ്പ്. എന്താണ് പിപ്പ്? പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പെർസെൻറ്റേജ് ഇൻ പോയിന്റ് അല്ലെങ്കിൽ പ്രൈസ് ഇൻട്രസ്റ്റ് പോയിന്റ് എന്നാണ് പിപ്പിനെ ഉദ്ദേശിക്കുന്നത്.
ഫോറക്സ് ട്രേഡിങ്ങിൽ ഏറ്റവും ചെറിയ വില ചലന യൂണിറ്റ് ആണ് പിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു വാല്യൂ 1.13528. ഇതിലെ പിപ്പ് അന്ന് നമ്മൾ ശരിക്കും നാലാമത്തെ ഒരു വാല്യൂ ഇപ്പോൾ 1.13528 നാലാമത്തെ ഡെസിമൽ പോയിന്റ്. അപ്പോൾ ഇവിടെ വരുന്ന 1.13528 2 ആണ് പിപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന 8 എന്താണ്? പിപ്പറ്റ് ആണ്. അപ്പോൾ അതാണ് പറയുന്നത് അതിൽ. ഇപ്പോൾ നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ വില ചലന യൂണിറ്റ് ആണ് പിപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്പ്രെഡ്? ഫോറക്സിൽ ഒരു കറൻസി ജോഡിക്കായി ബ്രോക്കർ നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത വിലകൾ നിർദ്ദേശിക്കും. അതാണ് ബിഡും ആസ്കും. അതിൽ ബിഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ അടിസ്ഥാന കറൻസി വിൽക്കാൻ കഴിയുന്ന വിലയാണ് ബിഡ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ ബിഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളത് സെല് ചെയ്യുന്ന വാല്യൂ. ആസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബൈ ചെയ്യുന്ന വാല്യൂ ആണ്. അടിസ്ഥാന കറൻസി വാങ്ങാൻ കഴിയുന്ന വില. ഇനി ഈ രണ്ട് വിലകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? സ്പ്രെഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഡിൻ്റെയും ആസ്കിൻ്റെയും ഡിഫറൻസിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്വാപ്പ്? അടുത്ത ടേമാണ് സ്വാപ്പ്. ഇപ്പോൾ സ്പ്രെഡ് എന്താന്ന് പറഞ്ഞു? സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഡും ആസ്കും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് സ്വാപ്പ്. സ്വാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഒരു ട്രേഡ് ഓപ്പൺ ആക്കി. നമ്മളത് അന്ന് ക്ലോസ് ചെയ്തില്ല. നമ്മൾ നാളെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതിൽ നമ്മളത് അവിടെ ക്ലോസ് ചെയ്യാതെ വെച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇനിയിപ്പോൾ അത് നാളെയാണ് നമ്മളത് ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു പൊസിഷൻ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം എന്തായിരിക്കും? നമുക്ക് സ്വാപ്പ് ചാർജ് ആയിട്ട് വരും. അതിനെയാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്തു, പക്ഷെ നമ്മളത് ക്ലോസ് ചെയ്തില്ല. നമ്മളത് നാളേക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതവിടെ പെൻഡിങ്ങിൽ ഇട്ടു. അപ്പോൾ വരുന്ന ആ ചാർജിനെയാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഓർഡർ. ഓർഡർ എന്ന് പറയുമ്പോൾ ഫോറക്സിൽ രണ്ട് പ്രധാന ഓർഡറുകളാണുള്ളത്. ഒന്ന് മാർക്കറ്റ് ഓർഡറും പിന്നെ പെൻഡിങ് ഓർഡറും. അതിൽ മാർക്കറ്റ് ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രോക്കർ നൽകിയ നിലവിലുള്ള വിലയിൽ തൽക്ഷണം നടപ്പിലാക്കുന്ന ഓർഡറിനെയാണ് മാർക്കറ്റ് ഓർഡർ എന്ന് വെച്ചത്. പക്ഷേ ഇങ്ങനെ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യാണ്? ട്രേഡ് ചെയ്യാണ്. ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ട്രേഡ് ചെയ്യാണ്. പെൻഡിങ് ഓർഡർ അപ്പം നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ അത് എന്ത് ചെയ്യാണ്? നമ്മൾ ആ ഓർഡർ അവിടെ പെൻഡിങ്ങിൽ ഇടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയിച്ച വിലയിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവിടെ പെൻഡിങ്ങിൽ ഇടുന്ന ഓർഡറിനെയാണ് നമ്മൾ പെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. പെൻഡിങ് ഓർഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് തത്സമയം ട്രേഡിംഗ് നിരീക്ഷിക്കാതെ ഭാവിയിൽ പ്രത്യേക വിലയിൽ ട്രേഡ് തുടങ്ങാനോ അവസാനിപ്പിക്കാനോ കഴിയും. അപ്പോൾ നമ്മളവിടെ പെൻഡിങ്ങിൽ ഇട്ടിട്ട് ഭാവിയിൽ ആ ട്രേഡ് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതിനെയാണ് പെൻഡിങ് ഓർഡർ എന്ന് പറയാം. ഇനി ടൈപ്പ് ഓഫ് ഓർഡേഴ്സ്. അതിൽ വരുന്നതാണ് ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും. ബൈ സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉള്ള വിലയിൽ, ഇപ്പം നമ്മളവിടെ ആ പിക്ചറിൽ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ബ്ലൂ ഡോട്ട് കാണുന്നതാണ് നമ്മളിപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള വിലയിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓർഡർ ഇപ്പോഴുള്ള വിലയിൽ മുകളിലേക്ക് പോകുമ്പോൾ വാങ്ങാൻ തയ്യാറാകുന്ന ഓർഡറിനെയാണ് നമ്മൾ ബൈ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണം EUR/USD ഇപ്പോൾ നിൽക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.1050 നിങ്ങൾക്ക് അതൊരു 1.1070 ആ വില ഉയർന്നു കഴിഞ്ഞാൽ അത് വാങ്ങണം, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു ബൈ സ്റ്റോപ്പ് ഓർഡർ വെക്കും. അതിനെയാണ് ബൈ സ്റ്റോപ്പ് എന്ന് പറയാം. ഇപ്പോൾ നിൽക്കുന്ന വിലയിൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഒരു ബൈ സ്റ്റോപ്പ് ഇടും. അപ്പോൾ ആ ഓർഡറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ബൈ ചെയ്യും. ഇനി സെൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താവും? ഇപ്പോഴുള്ള വിലയിൽ താഴേക്ക് പോവുകയാണെങ്കിൽ അത് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു സെൽ സ്റ്റോപ്പ് വയ്ക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ EUR/USD ഇപ്പോൾ 1.1050 നിൽക്കുന്നത്. അത് 1.1030 എത്തിക്കഴിഞ്ഞാൽ സെല്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സെൽ സ്റ്റോപ്പ് വയ്ക്കും. അതാണ് സെൽ സ്റ്റോപ്പ് ഓർഡർ എന്നത്. അപ്പോൾ ആ പിക്ചറിൽ കാണാം. ആ ബ്ലൂ ഡോട്ടിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈ ചെയ്യണമെങ്കിൽ അവിടെ ബൈ സ്റ്റോപ്പ് വെച്ചു. അതിന് താഴെ പോയി കഴിഞ്ഞാൽ അത് സെല് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്തു? സെൽ സ്റ്റോപ്പ് വെച്ചു.
ഇനി അടുത്ത ടേമാണ് എന്ത്? ബൈ ലിമിറ്റും സെൽ ലിമിറ്റും. ബൈ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മാർക്കറ്റിലെ നിലവിലെ വില താഴെയുള്ള വിലയിൽ അത് വാങ്ങാൻ വെക്കുന്ന ഓർഡറിനെയാണ് നമ്മൾ ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വില എന്ത് ചെയ്യും? താഴേക്ക് പോയി നമ്മൾ നിശ്ചയിച്ച ലിമിറ്റിൻ്റെ വില എത്തുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ബൈ ട്രിഗർ ആവും. അപ്പോൾ നമ്മളവിടെ ഒരു ബൈ ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ബൈ ട്രിഗർ ആവും. ഇനി എന്താണ് സെൽ ലിമിറ്റ്? മാർക്കറ്റിൻ്റെ നിലവിലെ വിലയിൽ മുകളിലുള്ള വിലയിൽ വിൽക്കാൻ വെക്കുന്ന ഓർഡറിനെയാണ് നമ്മൾ സെൽ ലിമിറ്റ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വില ആദ്യം എന്ത് ചെയ്തു? ആദ്യം ഉയർന്ന് നമ്മൾ നിശ്ചയിച്ച ലിമിറ്റഡ് വിലയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ എന്ത് ചെയ്യും? സെല്ല് ട്രിഗർ ആവും. ഇതിനെയാണ് സെൽ ലിമിറ്റ് എന്ന് പറയാം. ഇനി ഇനി നമ്മളെപ്പോൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നു, എങ്ങനെയാണ് അതിൻ്റെ ടൈമിംഗ് എന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഫോറക്സ് മാർക്കറ്റ് നമ്മൾ ദിവസത്തിൽ 24 മണിക്കൂറും നമ്മൾ ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്. എന്നാലും ദിവസം മുഴുവൻ എന്തല്ല, ഫോറക്സ് മാർക്കറ്റ് സജീവമല്ല. വിപണി മുകളിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് പണമിടപാട് നടത്താം. വിപണി താഴേക്ക് നീങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് പണം സമ്പാദിക്കാം. വെച്ചാൽ താഴേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ബൈ നോക്കുകയും ആ ഒരു അനാലിസിസ് നോക്കിയിട്ട് നമ്മൾ ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യും. എന്നാൽ വിപണി ഒട്ടും നീങ്ങാത്തപ്പോൾ പണം സമ്പാദിക്കാനുള്ള ശ്രമത്തിൽ നിങ്ങൾക്ക് വളരെ എന്തുണ്ടാവും? ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ ന്യൂയോർക്ക് സെഷൻ ഉണ്ട്, ടോക്കിയോ സെഷൻ ഉണ്ട്, ലണ്ടൻ സെഷൻ ഉണ്ട്. അങ്ങനെ സെഷൻ ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിഡ്നി ഓപ്പണിംഗ് ക്ലോസിംഗ് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോക്കിയോയിലുള്ള ഓപ്പണിംഗ് ക്ലോസിംഗ് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ലണ്ടനിലെ ഓപ്പണിംഗ് ക്ലോസ് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ന്യൂയോർക്കിലെ ഓപ്പണിംഗ് ടൈം ക്ലോസും കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു മാർക്കറ്റിൻ്റെ ടൈം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡിങ് നടത്താം. അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ടൈം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു പോയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്തത് ജസ്റ്റ് എന്താണ് ഫോറക്സ്, അതിൽ വരുന്ന ഫോറക്സിൽ നമ്മൾ കറൻസി പെയേഴ്സ് ആണ് ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എന്താണ് കറൻസി പെയേഴ്സ് എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? പിന്നെ സ്റ്റോക്ക് എന്താണ്, കമ്മോഡിറ്റി എന്താണ്, ഇൻഡൈസുകൾ എന്താണ്, അത് പറഞ്ഞു. പിന്നെ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു. ഇപ്പോൾ യൂറോ USD അവിടെ ബൈയും സെല്ലും ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞ? ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, സെൽ ലിമിറ്റ്, ബൈ ലിമിറ്റ് അത് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണ്? ടൈമിംഗ് സെഷൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ അനാലിസിസ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നടത്തുന്ന 3 തരത്തിലുള്ള മേജറായിട്ടുള്ള അനാലിസിസ് കവർ ചെയ്തു. ആ അനാലിസിസിൽ വരുന്ന കുറച്ച് ടേംസും കവർ ചെയ്തു. സപ്പോർട്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, പിപ്പ് എന്താണ്, സ്പ്രെഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കവർ ചെയ്തത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാം. ഓക്കെ ആണെങ്കിൽ ചാറ്റിലൊന്ന് ഓക്കെ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൂടുതലായിട്ട് ഡീപ്പായിട്ട് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കവർ ചെയ്തത്. അപ്പോൾ നമുക്കിനി ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് സെഷനിൽ കാണാം. ഇന്ന് നമ്മൾ ബേസിക്സ് മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.